ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു പെയിൻറ്റിങ് വീഡിയോ കാണാം കേട്ടോ. ആക്ച്വലി മേക്കിംഗ് വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ പെയിൻറ്റ് അടിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മാംഗോ ഷേപ്പിൽ 2 ഇയറിങ്സ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ടോ ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ബേസ് കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് ഫുള്ളായിട്ട് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ള് ഇതിൽ അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ബ്രഷ് നിങ്ങൾ എപ്പോഴും എടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബ്രഷ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാലാണ് നമുക്ക് നല്ല ഈസി ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക, ഒരു മാതിരി ബബിൾസ് വന്ന മാതിരിയൊക്കെ നിൽക്കും. ബ്രഷ് ശരിയില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ പെയിൻറ്റിങ് ശരിയാവില്ല. അത് നിങ്ങൾ എപ്പോഴും ഓർമ്മ വെച്ചോളുക. അപ്പോൾ നമ്മുടെ ഫ്ലവറിലും അപ്പോൾ നമ്മുടെ ഫ്ലവറിലും അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് നമ്മൾ പെയിൻറ്റ് അടിക്കുന്നത് അവിടെയൊക്കെ നമ്മളൊരു ബേസ് കോട്ട് കൊടുക്കുക കേട്ടോ. ആക്ച്വലി അക്രിലിക് പെയിൻറ്റിനെ വെച്ച് ഇത് കുറച്ചുകൂടെ ബെറ്ററാണ്. ബിക്കോസ് നമ്മൾ അപ്ലൈ ചെയ്തതും ഇത് നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബേസ് കോട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മേലെ കൊടുക്കുന്ന പെയിൻറ്റിങ്ങിനും നല്ലൊരു ഫിനിഷിങ് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ മെറ്റീരിയൽസിനെ പറ്റി പറഞ്ഞതിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ബേസ് കോട്ടായിട്ട് വൈറ്റ് കൊടുത്തു. ഒരുപാട് കൊടുക്കരുത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട്, കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ പക്ഷേ ഇതിൽ വെള്ളം അങ്ങനെ ആഡ് ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബേസ് കോട്ട് കൊടുക്കുന്ന സമയത്ത് ഈ വൈറ്റ് എന്നല്ല, ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും കളറാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അക്രിലിക് പെയിൻ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് അക്രിലിക് പെയിൻ്റാണ് നിങ്ങൾ എടുക്കുന്നത് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളമൊന്ന് ആഡ് ചെയ്തിട്ട് വേണം ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് ഈ കുഞ്ഞു കുഞ്ഞു ഡിസൈൻ്റെ ഉള്ളിലൊക്കെ പോകുള്ളൂ. പക്ഷേ ഇതിലിപ്പോൾ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അതായത് ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബേസ് കോട്ടായിട്ട് വൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൽ ഏത് കളറാണോ യൂസ് ചെയ്യേണ്ടത് ആ കളർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതിൽ ക്യാമലിൻ്റെ അക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ എന്തിലാണ്, നമ്മുടെ ഈ മാംഗോ ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഷേപ്പിലാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് കേട്ടോ. ഫ്ലവർ പിന്നെ നമ്മൾ അതിന് മാച്ചായിട്ടുള്ള രീതിയിൽ നമുക്ക് വേറെ ഏതെങ്കിലും കളർ കോമ്പിനേഷൻ ചെയ്യണോ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സെയിം കളർ തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ അടിച്ച് പോവുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മെല്ലെ 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 ആക്കിയിട്ടും കൊണ്ടുവരാം കേട്ടോ. ഇങ്ങനെ അടിക്കുന്ന സമയത്ത് കണ്ടിങ്ങനെ നമ്മൾ ആ ബ്രഷും കൊണ്ട് ചെയ്യണതിൻ്റെ ആ ഒരു ഇത് അറിയാൻ പറ്റും, വരയായിട്ട് അറിയാൻ പറ്റും. ബ്രഷ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഭയങ്കര വലിയ ബ്രഷ് എടുക്കാതെ ഈ ചെറിയ ബ്രഷ് കൊണ്ട് പെയിൻറ്റ് അടിക്കാൻ നോക്കുക. ആ പെയിൻറ്റിങ് കുറച്ചുകൂടെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. എൻ്റെ ഒരു അഭിപ്രായമാണ്, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് പറയണത് കേട്ടോ. നമ്മൾ ആദ്യം ഒരു കോട്ട് അടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് സെക്കൻഡ് കോട്ട് നമുക്ക് ഇതിലേക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. എപ്പോഴും ഒരു പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് അത് ഡ്രൈ ആയതിന് ശേഷം മാത്രം വേറൊരു കളർ പെയിൻറ്റ് യൂസ് ചെയ്യുക. സെയിം കളർ തന്നെയാണ് നിങ്ങൾ ഈ ഒരു ഹാങ്ങിങ്ങിൻ്റെ അവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു പെയിൻറ്റ് ഡ്രൈ ആയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഹാങ്ങിങ്ങിൻ്റെ അവിടെ പെയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതായത് രണ്ടും നമ്മൾ താഴെ വശം നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കോമ്പിനേഷനായിട്ട് ഏത് കളർ കൊടുക്കണമെന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ ബ്രൗൺ കളറും അതുപോലെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം ഏത് കളറാണ് മാച്ച് ആവുകയെന്ന്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഗോൾഡ് ഷെയ്ഡ് മാച്ച് ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഗോൾഡ് മെറ്റാലിക് കളറാണ് കേട്ടോ. ഈ ഒരു മെറ്റാലിക് കളറാണ് ഇതിൽ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ടും ഞാൻ യൂസ് ചെയ്യുന്നത് കുഞ്ഞു ബ്രഷ് തന്നെയാണ്. ബിക്കോസ് ഈ ഒരു ഡിസൈനിൻ്റെ ഉള്ളിലെല്ലാം ഇത് പോണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഒരു പെയിൻറ്റ് ഇറങ്ങണം. സോ നമ്മൾ കുഞ്ഞു ബ്രഷ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഹാങ്ങിങ്ങിൻ്റെ എല്ലാ ഡിസൈനിനെയും ഈ ഒരു ഫ്ലവറിൻ്റെ ഈ ഒരു ഇതള് പോലെയുള്ള ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഇതിലൊക്കെ നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഗോൾഡ് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഈ പെയിൻറ്റ് ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തുക. ഉണങ്ങാതെ എങ്ങനെ പോയി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കൈ തൊട്ടിട്ടുള്ള ഒരു ഭാഗം വന്നിട്ട് പ്രോപ്പറായിട്ട്
ഉണങ്ങാത്ത കാരണം ഭയങ്കര വൃത്തികേടായിട്ടുണ്ടാവും. സോ തൊടുന്ന സമയത്ത് ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഗോൾഡ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ഒരു ഹാങ്ങിങ്ങിൽ. ഇനി അടുത്ത ഹാങ്ങിങ്ങിലും നമ്മൾ ഗോൾഡ് ഷെയ്ഡ് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് എല്ലാവരുടെയും കൊടുക്കുക. അതായത് ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ കൊടുക്കുക. ഒരു പ്രാവശ്യം കൊടുത്തിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കോട്ട് കൊടുക്കാം. 2 കോട്ടിന് മേലെ അടിച്ചുകൊണ്ടേ ഇരിക്കരുത് കേട്ടോ. ഒരു കോട്ടിന് മേലെ അടിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും ആവില്ല. വെറുതെ നമ്മുടെ പെയിൻറ്റ് പോണത് മാത്രം മിച്ചം. എനിക്ക് അങ്ങനെ നിറയെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ബിക്കോസ് പെയിൻറ്റിങ് ശരിയായില്ല അതുകൊണ്ട് നമ്മൾ മേലെ കൂടെ അടിച്ചുകൊണ്ടേ ഇരിക്കും. പക്ഷെ ഒരു യൂസും ഉണ്ടാവില്ല. നമ്മുടെ പെയിൻറ്റ് തീർന്നത് മാത്രം മിച്ചം. അത്രയേ ഉള്ളൂ. നമ്മൾ പെയിൻറ്റിങ് ചെയ്തിട്ട് 2 കോട്ട് അടിച്ചിട്ടും ശരിയായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡിസൈൻ മാറ്റിയിട്ട് വേറെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇപ്പം നമ്മളിവിടെ ഗോൾഡ് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഒരു ബ്രൗണിൻ്റെ ഒരു ടച്ചിങ്സ് മാതിരി ഇവിടെ കൊടുക്കാം. അതായത് ഒരു എതളിൻ്റെ അവിടെയോ ഇല്ലെങ്കിൽ ഈ ഒരു സെൻറ്റർ പോർഷനിലോ ഒരു ബ്രൗണിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത് പോലെ ആ ഒരു സെൻറ്റർ പൊസിഷൻ മാത്രം നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. എങ്ങനെയെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ഈ ഒരു ഇവിടെ മാത്രം ഒരു ബ്രൗൺ സെൻറ്റർ പൊസിഷനിൽ മാത്രം ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുക. ബ്രഷിൽ വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഞാൻ എടുത്തതിൻ്റെ ബ്രഷിൽ കുറച്ച് വെള്ളം ഉണ്ടായി. സോ അതുകൊണ്ടാണ് അതിങ്ങനെ ഒഴുകി പോണത് പോലെ തോന്നുന്നത്. ഒഴുകി പോണ പോലെ തോന്നുന്നില്ല, ഒഴുകി പോയി. എന്നിട്ട് ഈ ഒരു സെൻറ്റർ പോർഷനിലും കൂടെ നമ്മൾ കൊടുക്കുക. സാവധാനം മെല്ലെ പെയിൻറ്റ് ചെയ്താൽ മതി. പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യമൊക്കെ നമുക്ക് ഒരുപാട് മിസ്റ്റേക്ക് പറ്റും. നമ്മൾ ഉദ്ദേശിച്ച പോലെ പെയിൻറ്റിങ് വരണം എന്നൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴാണ് നമുക്കെല്ലാം പെർഫെക്റ്റോടെ കിട്ടുള്ളൂ കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ആർക്കും ഒന്നും കിട്ടണമെന്നില്ല. എൻ്റെ എത്ര പെയിൻറ്റ് എത്ര ക്ലേ വേസ്റ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ പേരിൽ ഞങ്ങളവിടെ എത്ര വഴക്ക് കൂടുന്നുണ്ടെന്നും എനിക്ക് മാത്രമേ അറിയുള്ളൂ. ബിക്കോസ് പൈസ നമ്മുടെ വേസ്റ്റ് ആയിക്കൊണ്ടേ പോവല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ദയവ് ചെയ്ത് കുറച്ച് മാത്രം എമൗണ്ട് ഇടുകയെന്ന്. അപ്പോൾ ഫൈനലി നമ്മുടെ ഈ ഒരു കുഞ്ഞ് മാംഗോ ഷേപ്പിലുള്ളൊരു ഇയറിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വാർണിഷ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പെയിൻറ്റൊക്കെ കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിലും പെയിൻറ്റ് കൊടുക്കണം, ഞാനത് പറയാൻ പറഞ്ഞു. ബാക്കിൽ നിങ്ങൾ പെയിൻറ്റ് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ വാർണിഷിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വാർണിഷൊക്കെ കൊടുത്തതിന് ശേഷം മാത്രം ഞങ്ങൾ സെക്കൻഡ് സ്റ്റെഡ് കൊടുത്താൽ മതി കേട്ടോ ബാക്കിൽ. അപ്പോൾ ഈ ഒരു വാർണിഷാണ് ഞാൻ അടിച്ചു കൊടുക്കാൻ വേണ്ടി പോണത്. അതിനായിട്ട് ആദ്യം ഒരു കുഞ്ഞൊരു പാത്രം എന്തെങ്കിലും എടുക്കുക കേട്ടോ. ഇതുപോലത്തെ ഒരു പാത്രം എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വാർണിഷ്, അതിന് ആവശ്യമായിട്ടുള്ള ഒരു 2-3 ഡ്രോപ്സ് വാർണിഷ് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നല്ലൊരു ബ്രഷ് എടുക്കുക. ബ്രഷ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ബ്രഷ് നോക്കി വാങ്ങിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടില്ല. അതിനുശേഷം നമുക്ക് നമ്മുടെ വാർണിഷ് അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സൈഡിലും അതുപോലെ തന്നെ സെൻറ്ററിലും എല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹാങ്ങിൻ്റെ ആ ഒരു ഭാഗത്തും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ട് ചെയ്യാം കേട്ടോ. ചിലർക്ക് ചിലപ്പോൾ കയ്യിലാവണു എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. വാഷ് ചെയ്താൽ പോകും. കയ്യിലായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് ഇതുപോലെയൊക്കെ വീഴാതെ സൂക്ഷിക്കണം. വീണ് കഴിഞ്ഞാൽ അവിടെയൊക്കെ ബബിൾസ് വരും. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ആ ഒരു വീഴുന്ന സമയത്ത് ഇങ്ങനെ കുത്തി വീഴുകയൊക്കെ ചെയ്യുമല്ലോ സൈഡൊക്കെ. അപ്പോൾ ആ സൈഡിലൊക്കെ അത് എടുത്തറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരെണ്ണം വാർണിഷ് ചെയ്ത് വെച്ച് ഇനി അടുത്തത് നമുക്ക് വാർണിഷ് ചെയ്യാം. ഈ വാർണിഷ് ഇതുപോലെ ബബിൾസ് ഉണ്ടെങ്കിൽ ആ ബബിൾസൊക്കെ ഒന്ന് ഉടച്ചിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ബബിൾസ് അതേപോലെ ഇതിലും കാണും കേട്ടോ. ബിക്കോസ് ഞാൻ അതിന് മുമ്പ് ഞാൻ ഒരെണ്ണം പെയിൻറ്റ് ചെയ്തപ്പോൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ. അതുകൊണ്ടാണ് പറയണത്. ഓക്കെ, നമ്മളിപ്പോൾ വാർണിഷും അടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിലും അടിച്ചു കൊടുക്കുക. വേണമെങ്കിൽ നല്ല ബാക്കിലും കൂടെ ഒരു കോട്ട് അടിച്ചു കൊടുത്തോളൂ. ബിക്കോസ് പെയിൻറ്റിനി വാർണിഷ് കൊടുത്ത് നമ്മൾ സീൽ ചെയ്യുന്നത് കാരണമാണ് പെയിൻറ്റ് ഇല്ലെങ്കിൽ അത് പെയിൻറ്റ് പോവില്ല. ബട്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡും കൂടെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക് സൈഡും കൂടെ ഞങ്ങൾ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡും പെയിൻ്റ് അടിച്ച് വാർണിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലും ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഈ ഒരു ഇയറിങ്സിൻ്റെ സ്റ്റഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ B7000 എന്ന് പറഞ്ഞ ഗമ്മാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഏത് ഗമ്മ് വേണം, ഫെവിക്കോൾ ഒഴിച്ച് ബാക്കി ഏത് ഗമ്മ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഹാങ്ങിങ്ങിൻ്റെ അവിടെയല്ല, ഞാൻ ഇവിടെ ആയിട്ടാണ്, അതായത് ആ മാങ്ങയുടെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അവിടെ ആയിട്ടാണ് ഞാൻ സ്റ്റഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ.
ഇങ്ങനെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചും ഇവിടെ ഈ സ്റ്റഡിൻ്റെ, അതായത് ഈ ഹാങ്ങിങ്ങിൻ്റെ അവിടെ നിങ്ങൾക്ക് സ്റ്റഡ് യൂസ് ചെയ്യാം. ഇവിടെയും അതുപോലെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണോ അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റഡും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫൈനലി നമ്മുടെ കമ്മലിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് കുറച്ച് ഡ്രൈ ആവാൻ വിടുക. അതായത് ഒരു 24 hours to 48 hours നിങ്ങൾ വിടുക. 24 hours മതി ആക്ച്വലി ഗം ഉണങ്ങാനും അതുപോലെ തന്നെ ആ വാർണിഷൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങളൊരു 22 to 48 hours നിങ്ങൾ വിടണം കേട്ടോ, ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ സീ യു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് വെളിയിൽ സെയിലായില്ലെങ്കിലും നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ.